ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് നെല്ലിയാമ്പതിക്ക് ഒരു യാത്ര ചെയ്തല്ല. നെല്ലിയാമ്പതി തന്നെ കാടിനുള്ളിലുള്ള മിസ്റ്റി വാലി എന്ന് പറഞ്ഞ അടിപൊളി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് അവിടെ പോയി സ്റ്റേ ചെയ്ത് അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളെ കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരാം. ഓക്കെ. മഹേന്ദ്ര എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ തന്നെ തലവരെ മാറ്റിക്കുറിച്ച ഒരു ഹീറോ ആണ് കേട്ടോ ഈ കയറി വരുന്നത്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിപ്രാന്തന്മാരുടെ ഒക്കെ ഒരു താര രാജാവായിട്ട് നിൽക്കുന്ന ഒരേ ഒരു മുതൽ ഏത് ടെറയിലും, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏത് ടെറയിലും അനായാസം കയറിപ്പോകാനും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും കഴിവുള്ള ഒരേ ഒരു മുതലാട്ടോ നമ്മുടെ ഈ ജീപ്പ്, അതായത് മഹേന്ദ്രയുടെ ജീപ്പ് എന്നറിയപ്പെടുന്ന ഈ ഒരു രാജാവ് തന്നെയാട്ടോ. ഇതേപോലെയുള്ള റോഡുകളിൽ ഇവനത്തെ വെല്ലാൻ വേറൊരു വണ്ടിയിലാണ്. ഒരു കമ്പനി ഒരു പുതിയ മോഡൽ ഇറക്കി അതിൻ്റെ ഡബിൾ ഇരട്ടി വില സെക്കൻഡിൽ കിട്ടുന്ന ഒരേ ഒരു മുതലെന്ന് പറയാൻ നമ്മുടെ ഈ മഹേന്ദ്രയുടെ ജീപ്പ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫീലിംഗ് അറിയണമെങ്കിൽ, അതായത് ഓഫ് റോഡിൻ്റെ യഥാർത്ഥ ഫീലിംഗ് അറിയണമെങ്കിൽ ഇതേപോലുള്ള റോഡുകളിൽ ഈ വണ്ടിയിലൊരു യാത്രയാണ് കേട്ടോ. കുടുങ്ങി കയറിയൊരു യാത്ര. ഒന്നും പറഞ്ഞ എന്നാ ഒരു രസമാണെന്നറിയാമോ. ഇവനെ വെല്ലാൻ വേറൊരു വണ്ടി നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല കേട്ടോ. നമ്മുടെ ഈ വ്യൂ പോയിന്റ് വന്നു കഴിഞ്ഞപ്പോൾ നല്ല കിടിലം കാറ്റാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് തണുത്ത് വിറച്ചു പോയി, അതുപോലത്തെ കാറ്റ്, നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. അതുകൊണ്ട് വോയിസ് എത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത് എനിക്ക് യാതൊരു ഉറപ്പില്ല. പക്ഷെ ഈ ഒരു കാഴ്ച കണ്ടോ, എന്റെ പൊന്നി, എന്നൊരു രസം നോക്കി, ദൂരം കളറുകളാണ്. ഈ ഒരു സീൻ എങ്ങനെ നോക്കിയേ, കിണ്ണം കാച്ച സീനല്ലേ ഇത്. നമ്മുടെ ലാസ്റ്റ് വ്യൂ പോയിന്റ് കേട്ടോ, നമ്മുടെ മിസ്റ്റി വാലിയിലോട്ട് പോണതിൻ്റെ കിടിലൻ വ്യൂ അല്ലേ. ആഹാ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും നമുക്കൊരു അരമണിക്കൂർ അടുത്തോളം ഉണ്ട് കേട്ടോ. മുക്കാലില്ല, ഒരു ശരിക്കും അരമണിക്കൂർ അടുത്തോളം ഉണ്ട് നമ്മുടെ മിസ്റ്റി വാലിയിലോട്ട് പോകാനായിട്ട്. നമ്മൾ മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ താമസിക്കും കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് കയറി പോകുന്ന ഒരു സമയത്തായിരുന്നു. മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ താമസിച്ച് പോകണം തന്നെ ആയിരിക്കും ശരിക്കും നമുക്ക് നല്ലത്. കാരണം നല്ല സൈറ്റിങ് കിട്ടും. വണ്ടികളെല്ലാം പോയതിന് ശേഷം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ റോട്ടിലായിട്ട് എല്ലാ അനിമൽസ് ഇറങ്ങി വരും. ഒരു കാട്ടുപോത്ത് നിൽക്കണം ഇപ്പോൾ ഉണ്ട്, തൊട്ട് പറ്റാനായിക്കോട്ടെ. ഇതാ സാധനം കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ ഇതാ കാട്ടുപോത്ത് കേട്ടോ. എന്നാ സൈസ് സാധനം നോക്കി. വൈകുന്നേരം സമയം ഇപ്പോൾ എല്ലാവരും ഇറങ്ങി തുടങ്ങിയിരിക്കും കേട്ടോ. ഒറ്റയാൻ ഒന്ന് റോഡിലോട്ട് ഇറങ്ങി വന്നിട്ട് അടിപൊളി സീനായിരുന്നു. ആഹാ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ, ഭാഗ്യമുണ്ടെങ്കിൽ. റോഡിൻ്റെ അടുത്ത് ഇത്രയെന്നേ പറയാൻ കാരണം ഇതാണ്ടോ, വണ്ടി കിടക്കണ്ട. നമ്മുടെ കാട്ടുപോത്ത് നിൽക്കും വേണ്ടതേ. റോഡ് ഇത്രയും പറ്റുക കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മൾ അവിടെ എത്തുമ്പോൾ നൈറ്റ് ആവുമെന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമ്മൾ എല്ലാ വണ്ടിയും പോയതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് കയറിപ്പോകുന്നത് കേട്ടോ. അത് കാരണം നമുക്ക് നല്ല സൈറ്റിംഗ് ഒക്കെ കിട്ടിയായിരുന്നു. കാട്ടുപോത്ത് കിട്ടിയ പോലെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ആനിമൽസും കിട്ടുമെന്നൊരു പ്രതീക്ഷിക്കുന്നു. നല്ല കട്ടറായിരുന്നേ, വീഡിയോ ഭയങ്കര ഷെയ്ക്കായിരിക്കും കേട്ടോ. നമ്മൾ പോകുന്നുണ്ടല്ലോ, ലൈറ്റിട്ടാ വണ്ടി പോകുന്നത്. പക്ഷെ ഇത് അപ്പുറത്ത് കണ്ട ആ സ്കൈ ഇപ്പോഴും താന്നിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മളങ്ങനെ ചെല്ലുമ്പോൾ മിക്കവാറും എന്തെങ്കിലും സൈറ്റിംഗ് കാണുമോ. ഈ അടിപൊളി ഒരു കാട്ടുപോത്തിയും കണ്ട, നമ്മൾ മുന്നേ കണ്ട അതിനേക്കാളും സൈസാന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലത്തെ കാഴ്ച കാണണമെങ്കിൽ ഇത് ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ പൂന് എന്നെ രസം നോക്കി. അതിൻ്റെ മസിലൊക്കെ കണ്ട, പുറത്തെ മസിലൊക്കെ നിൽക്കണ്ട. കീഴില്ല. അപ്പം നമ്മളിവിടെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഒന്നും നഷ്ടമായിട്ടില്ല കേട്ടോ. അതുപോലത്തെ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ നൈറ്റ് സഫാരി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയേ. അടുത്ത സാധനം കേട്ടോ, നമ്മളിത് കയറി വന്നപ്പോൾ അടുത്ത കാട്ടുപോത്തിരിക്കണം. എൻ്റെ പൊന്നെ, ഇപ്പോൾ നമ്മൾ കാണുന്ന മൊത്തം ഒറ്റയാന്മാരാ കേട്ടോ. ഇതിന് മാത്രം സൈസ് സാധനമൊക്കെ ഇത് എവിടെ കിടക്കണം. എന്നാ സാധനം നോക്കി ഉണ്ടോ. രാത്രിയാകുമ്പോൾ ഇവന്മാർക്ക് എനിക്ക് തോന്നുന്നു വിശപ്പുള്ളതെന്ന് തോന്നുന്നു. പകലൊന്നും വിശപ്പില്ലേ. എന്നാ സൈസ് സാധനം. ഇപ്പം മൂന്നാമതാണ് കേട്ടോ. 3 ഒറ്റയാൻ തന്നെ നമ്മൾ കണ്ടു. ഇവിടെ ഫ്രണ്ടോട്ട് കയറിയപ്പോഴേ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഇവൻ്റെ സൈസ് കണ്ടത് ഈ ബാക്കിലോട്ടുണ്ടോ. ഇതിന് മാത്രം വലിയ ഇതൊക്കെ എവിടെ കിടക്കണം എൻ്റെ പൊന്നെ. എന്നെ വലിപ്പാലേ ഇവന്മാരെ. ഈ പുല്ലിൻ്റെ കുറച്ച് പ്രോട്ടീൻ ഉണ്ടെന്ന് തോന്നി. കുറച്ച് പുല്ല് വാരി നമുക്ക് തിന്നായിരുന്നു. കണ്ടിട്ട് കൊതിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വൈൽഡ് ലൈഫ് കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് കേട്ടോ. നമ്മളങ്ങ് കൊതിയെന്നൊക്കെ ചുമ്മാ പറഞ്ഞാണ്. പിന്നെ രസമാണ് നോക്കിയാണ്. നമ്മളവൻ്റെ മുഖത്തടിക്കുക. കാരണം കണ്ണിലടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ ആകില്ലേ. കാരണം കണ്ണിലൊന്നും അടിക്കണില്ല, അതുകൊണ്ടാണ് പുറത്തടിച്ച് പിടിച്ചിരിക്കണം കേട്ടോ. ഒരു വണ്ടി വരുന്നുണ്ടോ. ഇതെന്നാ സംഭവം അറിയാം, നമ്മുടെ മിസ്റ്റി മാരി ഒരു നൈറ്റ് സഫാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വണ്ടി വരുന്ന കേട്ടോ. ഇത് കണ്ടത് ആ റൂട്ടാണ് ഒരു നൈറ്റ് സഫാരി പോകണം. അതൊരു ഓപ്പൺ ജീപ്പാണ്, പിക്കപ്പാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീപ്പിൽ തന്നെയാണ് നമുക്ക് നൈറ്റ് സഫാരി ഉണ്ട്. അപ്പോൾ നമ്മൾ മിസ്റ്റി വാലി ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നൈറ്റ് സഫാരിക്ക് ഇറങ്ങാവേ. അങ്ങനെ നമ്മൾ നമ്മുടെ മിസ്റ്റി വാലി നമ്മുടെ സ്റ്റേയിലോട്ട് എത്തിയിരിക്കും കേട്ടോ. നമ്മൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയി, എന്നാലും നമ്മൾ നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ഇത്രയും വണ്ടി നിരന്ന് കിടക്കുമ്പോൾ തന്നെ ഏകദേശം ഊഹിക്കാമല്ലോ ഇവിടുത്തെ വൈബ് എന്താണെന്നുള്ളത്. നമ്മുടെ സ്റ്റേയിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു മ്ലാവ് നിൽക്കണ.
അപ്പോൾ നമുക്ക് ആദ്യം പോയി തന്നെ നമ്മുടെ സ്റ്റേ ഒക്കെ കാണാം. സ്റ്റേ ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഇറങ്ങി ഒരു നൈറ്റ് സഫാരി നടത്താം കേട്ടോ. സ്റ്റേയിൽ എത്തിരിക്കും കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ പ്രോപ്പർട്ടി കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ കുറേ കാട്ടുപോത്ത് കൂട്ട് കിടപ്പുണ്ടേ, കാണിച്ചു തരാവേ. ഇതുണ്ട്, നമ്മൾ ഇത്രയും നേരം ഈ വണ്ടിക്കകത്ത് കുടുങ്ങി വന്നിട്ടായിരിക്കും നമ്മുടെ വീഡിയോക്കകത്ത് കുറേ ഷെയ്ക്ക് ആയിട്ടുണ്ട്. സ്റ്റേയുടെ ഫ്രണ്ടിൽ കാണാം പന്നി. എൻ്റെ പൊന്നി, എന്നോ മുറ്റി പന്നി നോക്കി ഓടിപ്പോയി കേട്ടോ പന്നി. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ കാട്ടുപോത്ത് കൂട്ടം കിടപ്പുണ്ട്. ഇവിടെ കാണിച്ചു തരാവേ. ഇതിവിടെ കണ്ടായിരുന്നു, ഞാൻ വണ്ടി ഇങ്ങനെ നിർത്തിയപ്പോൾ തന്നെ കുറേ കിടക്കുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ കാട്ടുപന്നിയുടെ ഓപ്പോസിറ്റ് കാരണം അടുത്തത് കാട്ടുപോത്ത് സൈസ് സാധനം കിടക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാം കേട്ടോ അടുത്ത നൈറ്റ് സഫാരി. റൂമിൻ്റെ അകം കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ വന്ന വഴി പകൽ കാണിക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ നൈറ്റ് ആയിപ്പോയി നമ്മൾ വന്നത്. ഇല്ല, അടിപൊളി 2 ബെഡ്, 2 ഉള്ളൂ. 3 ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. ഇതുണ്ടോ, നമ്മൾ കാടിനകത്ത് വരുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഒരുപാടൊന്നും വലിയ ഇത് പ്രതീക്ഷിക്കണ്ട. ടോയ്ലറ്റ് കാണിച്ചു തരാം. കൊള്ളാം, നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ടോയ്ലറ്റൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് റൂം. നമുക്ക് ഡെയിലി പകൽ നല്ലപോലെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ സമയമില്ല, കാരണം നമ്മൾ വന്നപ്പോൾ താമസിച്ച് പോയി. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് നൈറ്റ് സഫാരിക്ക് ഇറങ്ങാം കേട്ടോ. നമ്മുടെ വണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ റൂമൊക്കെ ജസ്റ്റ് കാണിച്ചതിന് ശേഷം ഞങ്ങൾ വന്ന വിടുതേ നൈറ്റ് സഫാരിക്ക് പോകട്ടോ. നമ്മുടെ ബാഗും ക്യാമറ എല്ലാം അകത്തിരിക്കുവാണേ. എന്നാ വെച്ചാൽ നമ്മൾ ഒരുപാട് താമസിച്ച് പോലും. മറ്റുള്ളവർ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങിയാലും നമുക്ക് നല്ല സൈറ്റിംഗ് കിട്ടുമല്ലോ കേട്ടോ. ഇതുകൊണ്ട് ഇന്ന് ഒരുപാട് ടീമുകളുണ്ടായിരുന്നു. നമ്മുടെ ബാക്കിൽ കുറേ നൈറ്റ് സഫാരിക്ക് വേണ്ടി കുറേ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും വന്നതിനേക്കാളും മുമ്പ് നമ്മൾ നൈറ്റ് സഫാരിക്ക് ഇറങ്ങും കേട്ടോ. അവരുടെ പ്രോപ്പർട്ടി തന്നെ കേട്ടോ മൊത്തം നൈറ്റ് സഫാരി എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഈ മിസ്റ്റി വാലിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ നൈറ്റ് സഫാരി കേട്ടോ. ആനിമൽ സൈറ്റിങ് ഏറ്റവും എന്താ പറയുക ക്ലോസ് റേഞ്ച് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു നൈറ്റ് സഫാരിയാണിത്. അപ്പോൾ ഇത് ഇവിടെ വരുന്നവർ ഇത് ഒരിക്കലും മിസ് ചെയ്യരുതേ. അവിടെ നമ്മൾ ഇറങ്ങിയപ്പോഴേ ഫസ്റ്റ് സൈറ്റിങ് മ്ലാവാട്ടോ, നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ. ഇത് ഏകദേശം ഇവരുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 1300 ഏക്കറായിരുന്നു പറഞ്ഞു കേട്ടോ. അതിനകത്ത് ഇപ്പം നമ്മുടെ എന്താ പറയുക ഫോറസ്റ്റുകാർ അറ്റാച്ച് ചെയ്തിട്ട് 1000 ഏക്കർ അവർ തന്നെ എടുത്തു, ഫോറസ്റ്റുകാർ ഏറ്റെടുത്ത് ബാക്കി ബാലൻസ് 300 ഏക്കർ കൊടുക്കും. 300 ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ 1300-ൽ 300 ഏക്കർ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ 300 ഏക്കറാണ്. 300 ഏക്കർ അതിൻ്റെ അകത്താണ് കേട്ടോ ഇത്ര വിസിബിളായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഇവരെ സ്റ്റേയും ഫോറസ്റ്റൊക്കെ വരുന്നത് കേട്ടോ. ഇതിനകത്താണ് ഈ പറഞ്ഞ ആനിമൽസ് എല്ലാം ഉള്ളത്. ഇത് ഓൾറെഡി എല്ലാ ആനിമൽസും ഉണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെ ആനിമൽസ് കാണാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ലെക്ക് പോലെ ഇരിക്കും. എന്താ പറയുക നമ്മുടെ എന്താ പറയണ ഈ നൈറ്റ് സഫാരിയാണ് പൊളി. ഇത് എന്നാ മ്ലാവിൻ്റെ ചാവരയാണോ? ഇതേ താഴത്ത് ഒരെണ്ണം, അതിൻ്റെ തൊട്ട് മേളിൽ ഒരെണ്ണം ഉണ്ടോ. മൊത്തവും മ്ലാവാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം ഇങ്ങനെ വന്നപ്പോൾ കുറേ കാട്ടുപോത്ത് കൂട്ടുന്നുണ്ടല്ലേ, ഇവിടെ വന്നപ്പോൾ മൊത്തം മ്ലാവാണ് കേട്ടോ. ഇതേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാടിൻ്റെ അകം വഴിയാണ്. റോഡ് വെട്ടി തെളിച്ച് ഞാൻ പോവാം. ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മുടെ മഹേന്ദ്ര ജീപ്പിൻ്റെ കാര്യം. പ്രത്യേകിച്ച് റോഡൊന്നും വേണമെന്നില്ല കേട്ടോ ഇവന്. റോഡില്ലാത്ത സ്ഥലം വഴി പുതിയ റോഡ് വെട്ടി അങ്ങ് കയറി പോവും. അതുപോലെ കരുത്തൊറ്റൊരു വണ്ടിയാണ് ഈ നൈറ്റ് സഫാരിക്ക് പ്രത്യേകിച്ച് കേട്ടോ. ഇതേതാ റോഡൊന്നുമില്ല, ഒയ്യോ കട്ടറിയാണെന്ന്. റോഡൊന്നുമില്ല, റോഡില്ലാത്ത വഴി കൂടി അങ്ങനെ കയറി പോവാണ്. എൻ്റെ പൊണ്ണാവി, എൻ്റെ പൊണത് ടോർച്ചങ്ങ് എടുത്ത് കാണിക്കാം. ഹെവി കാട്ടുപോത്ത് കേട്ടോ. റോഡ് ബ്ലോക്കാക്കി കയറി നിൽക്കും കേട്ടോ. റോഡെന്ന് പറയാനൊന്നും ഇല്ല ശരിക്കും പറഞ്ഞ്. കാട് വെട്ടിത്തെറിച്ച് നമ്മുടെ വണ്ടി അങ്ങ് പോവുകയാണ്. നമ്മളിന്ന് കണ്ട് കാട്ടുപോത്തൊക്കെ എല്ലാം ഹെവി സാധനം കേട്ടോ. എല്ലാം ഒറ്റയാനാണെങ്കിലും എന്നാ സൈസാന്ന് നോക്കി. നമ്മുടെ വണ്ടി വന്നിട്ട് വാസന എല്ലാം ഒരു കുടുക്കുണ്ടാന്ന് നോക്കി. പുള്ളി ഇപ്പോഴും നല്ല വിശപ്പാണ് കേട്ടോ. പുള്ളി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ആഹാരം എന്ന് പറഞ്ഞാൽ എന്തോ പച്ചലേക്ക് കടിച്ചു പറിച്ച് നിന്നോണ്ടിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നൊരു രസമല്ല കേട്ടോ. നമ്മുടെ ഈ നൈറ്റിലുള്ള കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ നൈറ്റ് ഫിഷിങ് പോലെ തന്നെയാണ് നൈറ്റ് സഫാരി, നൈറ്റിലെ ഫോറസ്റ്റിലെ കാഴ്ചകളും. ഇന്നൊരു രസമല്ലേ. കാണുന്തോറും വീണ്ടും നമുക്ക് ഓരോരോ കാഴ്ചകൾ കാണാൻ വേണ്ടി പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. വീണ്ടും ഏതൊക്കെയോ വഴി കൂടിക്ക് വഴി വെട്ടി തെളിപ്പിച്ചങ്ങ് പോവുക കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ള വഴിയാണോ എന്നൊന്നും അറിയത്തില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ അടുത്ത മ്ലാവ് കേട്ടോ. ഇവരുടെ ഈ പ്രോപ്പർട്ടിയിൽ കൂടുതലും മ്ലാവും കാട്ടുപോത്തൊക്കെയാണ് കേട്ടോ. ആനയുണ്ട്, പക്ഷേ റെയറായിട്ടാണ് ആന കയറി വരുന്നത്. പിന്നെ അതുപോലെ കടുവയുണ്ട്, കരടിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം റെയറാണ്. ഇവരുടെ ഓരോ ഏരിയയിലോട്ട് വരുന്നവർ ഓരോരോ ഫീലിംഗ് ആട്ടോ. ഓരോരോ ടെറേനാണ്. ഒറ്റ കാടിൻ്റെ ഓരോരോ ടെറേനാണ്. ഒരു സ്ഥലത്താണെങ്കിൽ ഒരു കാപ്പിത്തോട്ടങ്ങളാണെങ്കിൽ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ തിക്ക് ഫോറസ്റ്റാണ് കേട്ടോ. കൂടുതലും ഞാൻ വണ്ടിയുടെ പൊക്കത്ത് കയറുന്നത് വീഡിയോ എടുക്കാൻ ക്ലിയറായിട്ട് സൗണ്ട് കിട്ടുന്നില്ല, വണ്ടി കുടുങ്ങുന്നതുകൊണ്ടേ. അടുത്ത മ്ലാവ് ഇങ്ങനെ കേട്ടോ.
ആദ്യം പറഞ്ഞ പോലെ മൊത്തം പ്ലാവും കാട്ടുപോത്തും. ഇത് ഒരുപാട് അടുത്താണ് നിൽക്കുന്നത് കേട്ടോ. വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നത്, റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത്. ആണ്ടതേ വേറെ സഫാരി ടീമിൻ്റെ വണ്ടി തിരിച്ച് റിട്ടേൺ വന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ഏരിയക്ക് പോവാണ്. അപ്പോൾ അടുത്ത ടീം തിരിച്ച് വരുന്നതാണ്. നെല്ലിയാമ്പതിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് തോട്ടങ്ങളും എന്താ പറയുക നമ്മുടെ ഈ സിംഹവാലം കുരങ്ങും മലമുഴക്ക് വേഴാമ്പലൊക്കെയാണെന്ന് പറയും. വേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഓറഞ്ച് തോട്ടം കേട്ടോ. അത് കുറച്ച് ഓറഞ്ച് കിടപ്പുണ്ട്, പക്ഷേ പഴുത്തിട്ടൊന്നുമില്ല, പച്ചയാട്ടോ. ഇവിടെയൊക്കെ വേറെയൊക്കെ കുറേ കിടപ്പുണ്ട്. അതിൻ്റെ മേളിൽ കണ്ട എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാട്ടുപോത്ത് കൂട്ടങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. നിൽക്കുമല്ല കേട്ടോ, കിടക്കും കേട്ടോ, ഒരുപാടുണ്ട് കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ കാണാൻ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇത് കണ്ടാവേ നമ്മളെ വണ്ടി അങ്ങ് എന്നിട്ടൊന്ന് അനങ്ങോട്ടൊക്കെ നോക്കി എല്ലാം നിരന്ന് കിടക്കും കേട്ടോ. ഇത് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരുപാട് കിടപ്പുണ്ടേ. കാരണം വണ്ടി ചെല്ലുമ്പോൾ എല്ലാം എഴുന്നേക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് കിടക്കുന്നുണ്ടോ, കുറേ ഉണ്ട്. വേണേൽ ടോർച്ചടിച്ച് കാണിച്ചാലേ. ഈ കിടക്കണുണ്ടോ, ഈ കിടക്കുന്ന മൊത്തവും കാട്ടുപോത്താട്ടോ. ഇത് ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇത് കണ്ടത് ഈ കണ്ണ് കിടക്കണം തിറങ്ങാണ്ടോ. ഇത് നിൽക്കുന്നുണ്ടോ, ഇത് കുഞ്ഞ്, ചെറിയൊരു കുഞ്ഞ് കേട്ടാ. അതിൻ്റെ കൂട്ടത്തൊരു കുഞ്ഞുണ്ട്. ഓ എന്നൊരു കാഴ്ചയല്ലേ അമ്പോ. നമ്മൾ ഇത്ര നേരം കാട്ടുപോത്ത ഒന്നും ഒറ്റയല്ലേ കണ്ടോണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ കൂട്ടത്തോട് കണ്ട് ഇത് കുഞ്ഞും ഫാമിലിയായിട്ട്. അതുപോലെ മ്ലാവിനെയും കുറേ കണ്ടില്ലേ. എന്നൊരു കാഴ്ചയല്ലേ ഇതൊക്കെ. വണ്ടി മൂവിയായിട്ട് ഒരു അനക്കം ഉണ്ടോ നോക്കി, അനങ്ങാതെ കിടക്കും കേട്ടോ. നമ്മുടെ കുഞ്ഞുമായിട്ടുള്ള സാധനം അവിടെ നിൽക്കുന്നു. ഇപ്പോഴത്തും വേറെ കുറേ നിൽക്കണം കേട്ടോ. ഇത് കണ്ടത് അവിടെയും വേറെ. നമ്മുടെ വണ്ടി കയറി ചെന്നിട്ട് ഒരു പേടിയില്ലാണ്ട് നിൽക്കുക കേട്ടോ. എല്ലാം നിരന്ന് നിൽക്കുക. ഇതുണ്ടോ വേറെ സീൻ കാണിച്ചില്ലേ. നമ്മുടെ വണ്ടി കിടക്കുന്ന ഇതാട്ടോ. ഇത്രയും തൊട്ട് പറ്റേ കിടക്കുന്നുണ്ടോ. ഇതുണ്ട് ഇത്രയും തൊട്ട് പറ്റേ. നമ്മുടെ വണ്ടി കിടക്കുന്നത് തൊട്ട് പറ്റേ ഉണ്ടോ. എന്നാ ഒരു ഇതാന്ന് നോക്കി, ഒരു പേടിയുണ്ടോ നോക്കി. നമ്മളൊക്കെ നോർമലി ഡൊമസ്റ്റിക് ആനിമൽസൊക്കെ കിടക്കുന്ന കൂടെ തന്നെ കേട്ടോ. അതെ നമ്മൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു കേട്ടോ. എന്നാലും നമുക്ക് ഫുഡ് കഴിച്ചേക്കാം. ഇവിടെ ഫുഡൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ എല്ലാം എടുത്ത് കഴിക്കണം കേട്ടോ. വന്നപ്പോൾ ഒരുപാട് താമസിച്ചു പോയി കേട്ടോ. ചപ്പാത്തി ഉണ്ട്, ചിക്കനുണ്ട്, പിന്നെ എന്തോ റൈസുണ്ട്, കുറച്ച് സലാഡൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ കഴിച്ചേക്കാൻ പോവുകയാണേ. എല്ലാവരും കഴിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ ഞാനും കഴിക്കാൻ പോവാണേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതെ രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുക കേട്ടോ. ഇവിടെ കുറേ കാട്ടുപോത്ത് കൂട്ടമുണ്ട് കേട്ടോ. നമ്മുടെ ഈ സ്റ്റേയുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ അങ്ങ് പോയതാണ്. പക്ഷേ ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ ശാലം താമസിച്ചു. ഇത് അവിടെ കുറേ കൂട്ടം നിൽപ്പുണ്ടേ. നമുക്ക് പോയി പറ്റിയാണ് അവിടെ പോയി കാണാവേ. വേറൊരു കാട്ടുപോത്ത് കേട്ടോ, ഒറ്റേനാണ്, നല്ല ഹെവി സാധനം കേട്ടോ. ഇത് നമ്മുടെ സ്റ്റേയിൽ നിന്ന് ഇറങ്ങിയ വഴി കണ്ടതാണ്. തൊട്ടിപ്പുറത്ത് തന്നെ നിൽക്കണം. നമ്മളീ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആയുർവാലിക്ക് പോകുന്ന റൂട്ടാണ്. അതായത് നമ്മുടെ പെരിയ ജോല എന്ന് പറഞ്ഞാൽ മതിച്ചേട്ടൻ്റെ സ്റ്റേ ഇല്ല, ആയുർവാലി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ഈ റൂട്ടാണ്. ഇതിൻ്റെ തൊട്ട് മേളിൽ കാട്ടുപോത്ത് കൂട്ടം നിൽക്കണം. പക്ഷേ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ മേളിൽ നിന്ന് ഒരു കരിങ്കുരങ്ങ് ഓടി അലർട്ട് കൊടുത്ത്. കാരണം എല്ലാം ഓടി അങ്ങ് താഴ്ത്തിട്ട് പോയി. ഈ ഏരിയ വന്നപ്പോൾ നല്ലപോലെ ബേഡ്സിൻ്റെ ആക്റ്റീവ് ഉണ്ട് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട്, ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ. എല്ലാം ചെറിയ ചെറിയ ബേഡ്സുകളാണ്. എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് ബേഡ്സിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ. ഈ പുല്ല് നിൽക്കുന്നുണ്ടാ, ഇത് പുല്ലിങ്ങനെ കരിഞ്ഞിട്ട് ഗോൾഡൻ കളറിൽ നിൽക്കും കേട്ടോ. എന്നാ രസം നോക്കിയാണ്. ആഹാ, നമ്മൾ രാവിലെ ഇറങ്ങി നടക്കുന്ന റൂട്ടൊക്കെ നമ്മൾ ഇന്നലെ നൈറ്റ് ജീപ്പിൽ പോയ അവരുടെ സഫാരി പോയ ആ റൂട്ട് തന്നെയാണ്, സെയിം റൂട്ട് തന്നെയാണ്. ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുണ്ട ഓറഞ്ച്, ഇതിനകത്ത് മൊത്തം ഓറഞ്ച് കാഴ്ച കിടക്കുക. ചെറിയ ഓറഞ്ചാണ് കേട്ടോ, മൊത്തം പച്ചയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കിഡിലൊരു കാട്ടുപോത്ത് ഇപ്പം ഉണ്ട് കേട്ടോ. അത് നല്ല കാടിൻ്റെ അകത്ത് നിൽക്കണം. നോക്കട്ടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നോക്കാം. എവിടെയാണ് നോക്കട്ടെ. കയറിപ്പോയല്ലേ, രക്ഷയില്ല. ഇതാണ് അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയിട്ടോ. ഇങ്ങോട്ട് കൂടുതലും കാപ്പിത്തോട്ടാണ് കേട്ടോ കാണുന്നത്. ഇഷ്ടംപോലെ കാപ്പിയുണ്ട്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ പറിക്കാതെ മൊത്തവും ഇങ്ങനെ നശിച്ച് കിടക്കും കേട്ടോ, കാട് പിടിച്ച് കിടക്കുക. ഒരുപാടുണ്ട് കാപ്പിത്തോട്ടങ്ങളും തോട്ടങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ഇത്ര നേരം നടന്ന റോഡിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി അവർ പ്ലാന്റേഷനകത്തോട്ട് തന്നെ കയറിയപ്പോൾ എന്തൊരു രസമാണെന്ന് നോക്കിയേ. ഈ വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാടായിട്ട് അങ്ങോട്ട് എന്താ പറയുക, മതി തീരാതെ നടക്കാൻ തോന്നുന്ന ഒരു സ്ഥലം കേട്ടോ ഇത്. മുഴുവൻ യൂക്കാലിയും തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഓറഞ്ച് തോട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കും ഇവരെ പ്ലാന്റേഷൻ. ഇങ്ങനെ പകുതി ഞാൻ മുന്നേ പറഞ്ഞില്ല, പകുതിയും കാട് പിടിച്ച് പോയിട്ടാണ്. കാരണം ഫോറസ്റ്റ് കുറേയൊക്കെ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട്. താമസിക്കാതെ മിക്കവാറും ഇതും പോകുന്ന എനിക്ക് തോന്നണം.
അപ്പോൾ ഇത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മിസ്റ്റി വാലിയിൽ നിന്ന് വന്ന് ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ. ചെറിയൊരു മൂടലുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ. എനിക്കൊന്ന് ചെറുതായിട്ട് മഴക്കാർ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്തോ നല്ല ഒരു ക്ലൈമറ്റാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. കാറ്റൊക്കെ അടിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ്. മഴക്കാരൻ്റെ ആണോ ഇനി കോട ഇറങ്ങിയിട്ട് മഞ്ഞിൻ്റെ ആണെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ. ആഹാ ദേ കാട്ടുപോത്തൂട്ടം ഓടി ക്രോസ് ചെയ്യണണ്ട. നിങ്ങളിവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ വരല്ലേ കേട്ടോ. വീക്ക് ഡേയിൽ വരുന്നാൽ ഒരു എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വീക്ക് ഡേ തന്നെ വരണം കേട്ടോ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കെൻഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഇഷ്ടംപോലെ ആൾക്കാർ നിന്ന് ഗസ്റ്റുകൾ വരുന്ന കാരണം വണ്ടി ഓടിയാൻ സൗണ്ടൊക്കെ കയറി നമുക്ക് ഒരു ആനുവൽ സെറ്റിംഗ് കിട്ടാൻ പാടായിരിക്കും. ആ മരത്തിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ലൈറ്റ് അടിക്കാണ്ട് എന്നാ രസം നോക്കി. ഇതൊക്കെ ആട്ടോ നമ്മൾ കാടിനകത്ത് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അങ്ങനെ നമ്മുടെ പ്ലാന്റേഷൻ വാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ സ്റ്റേയിൽ തന്നെ വന്നിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറ്റുമെങ്കിൽ നമ്മൾ ഇറങ്ങും, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഇറങ്ങുമേ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ സ്റ്റേയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ പെർ ഹെഡ് 2250 രൂപ കേട്ടോ. ഒരാൾക്ക് 2250 രൂപ ഫുഡ് ഉൾപ്പെടെയാണ് 2250 രൂപ തന്നെ. പിന്നെ ജീപ്പ് ചാർജൊക്കെ എക്സ്ട്രാ കേട്ടോ. ജീപ്പ് ചാർജ് നൈറ്റ് ജീപ്പ് ചാർജൊക്കെ എക്സ്ട്രാ ആണ് വരുന്നത്, സഫാരി ചാർജൊക്കെ. ഈ മിസ്റ്റി വാലിയുടെ തന്നെ കീഴിൽ തന്നെയുള്ള മറ്റൊരു സ്റ്റേ പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. ഈ കരടി ബംഗ്ലാവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആ പേരിൽ തന്നെയുണ്ട്. ഇവിടെ കരടി സ്ഥിരം കരടി വരുന്ന ഏരിയ ആണ് കേട്ടോ. നല്ലൊരു ലൊക്കേഷൻ തന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കണം കേട്ടോ. എല്ലാവരും വിളിച്ച് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. കാരണം എന്ന് പറഞ്ഞാൽ വീക്കെൻഡിലും വീക്കിനൊക്കെ അതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. മിസ്റ്റി വാലി ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി കേട്ടോ. ഇത് ഇച്ചിരി ലക്ഷറി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് കാണുന്നത്. ഹെറിറ്റേജ് ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3000 കേട്ടോ. പെർ ഹെഡ് 3000 വരുന്നത്. പക്ഷെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ കിഡിലൻ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ഞാൻ കാണിച്ചില്ല. ഫ്രണ്ടിന് ഇവിടെ നിന്ന് അകത്തോട്ട് നോക്കുമ്പോൾ ഉള്ള സ്ഥലം മറ്റേ നമ്മുടെ മധുച്ചേട്ടൻ്റെ പെരിയ ചോലയിലെ മധുച്ചേട്ടൻ്റെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ ആട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് താഴത്തോട്ട് നമുക്ക് കുറേ ബിൽഡിംഗ് കാണുന്നു. കുറേ ബിൽഡിംഗ് അല്ല കേട്ടോ, 1-2 വീടൊക്കെ കാണുന്നത്. ഈ സെൻറ്ററിൽ കാണുന്നതാണ് നമ്മുടെ മധുച്ചേട്ടൻ്റെ ആയുർവേദം എന്ന് പറഞ്ഞ റിസോർട്ടാണ് കേട്ടോ. ഇനി മധുച്ചേട്ടൻ ആരാന്ന് കൂടി പറഞ്ഞുതരാം, അറിയാൻ മേലാത്തത് പറഞ്ഞുതരാം. നമ്മുടെ വീഡിയോയിൽ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ആയുർവാലി എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഒരു ഹെറിറ്റേജ് ഒരു വില്ലേജ്, എന്താ പറയുക, ഹെറിറ്റേജ് സ്റ്റേ എന്ന് വേണം പറയാം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മുന്നേ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തതുകൊണ്ട് കയറി കണ്ടു നോക്കണം. പെരിയ ചോല എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. അതായത് നമ്മുടെ ഈ മിസ്റ്റി വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ ഏകദേശം ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ തന്നെ പിന്നെയും ഓഫ് റോഡ് കയറി പോകണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. മിസ്റ്റി വാലിലെ സ്റ്റേ അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോകണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഉള്ള കാഴ്ചയൊക്കെ കാണാം. പോകുന്ന വഴി കുറേ സ്ഥലങ്ങളിൽ കാണാനുണ്ട് നമുക്ക്. ആഹാ, കാട്ടുപോയി പോണ പോക്കും പോലും ബെഡൊക്കെയായിട്ട് കയറി നിന്ന് പോവുക. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ വണ്ടിക്കാരനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മൾ വന്ന വണ്ടി ഇതാണ്. പിന്നെ വണ്ടിക്കാരൻ ബൈക്കിലുണ്ട്, നമ്മുടെ രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടനാ കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാക്കാം. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ നെല്ലിയാമ്പതി വരെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ മിസ്റ്റി വാലിയിലോ അല്ലെങ്കിൽ നമ്മുടെ പെരിയയിലുള്ള ആയുർവാലിയിലോ എവിടെയെങ്കിലും പോകണമെങ്കിൽ രാജേഷ് ചേട്ടനെ വിളിച്ചാൽ കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ ഇതേപോലെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിനും രാജേഷ് ചേട്ടനെ വിളിക്കണം. കാരണം നൈറ്റ് സഫാരിക്ക് നമ്മുടെ മിസ്റ്റി വാലിയിൽ നിന്ന് ഇത്രയും നമ്മൾ വണ്ടി കണ്ട ആനിമൽസിനെ കണ്ട പോലെ ഒന്നും കൊണ്ട് കാണിക്കൊന്നുമില്ല. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ രാജേഷ് ചേട്ടൻ തന്നെ വിളിക്കണേ. ഇതാണ് വണ്ടിയൊക്കെ ഒന്ന് ഓർത്തിരുന്നു. നമ്പർ ഞാൻ എന്തെങ്കിലും ഇട്ടേക്കാം കേട്ടോ. ഇതാണ് ആൾ ഇല്ല നിൽക്കുന്നുണ്ടോ. അപ്പോൾ ആളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിനെ വിളിച്ചോളണേ. അടുത്തൊരു കാട്ടുപോത്ത് നമ്മളിവിടെ എത്താറായപ്പോഴാട്ടാ. എന്നാ സൈസ് സാധനമല്ല എൻ്റെ പൊന്നോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് നോക്കി. ഇതുപോലത്തെ കാട്ടുപോത്തിനെയൊക്കെ അല്ലേ കടുവ പിടിച്ച് വലിച്ചടച്ചുകൊണ്ട് പോകണം, അറ്റാക്ക് ചെയ്ത് പിടിക്കണതൊക്കെ. അപ്പോൾ കടുവ തന്നെ ആയിരിക്കും എന്ന് ഓർത്ത്, കടുവയുടെ പവർ തന്നെ ആയിരിക്കും എന്ന് ഓർക്കുന്നത്. ഇത്രയും പറ്റലാട്ടോ നമ്മുടെ തൊട്ട് പറ്റല്. ഞാൻ 1H ഷൂട്ട് ചെയ്യണം. 1H ഇത്ര അടുത്താണെങ്കിൽ അപ്പോൾ എന്തോ ഓർത്ത് എന്തോ ഒരു അടുത്താണ് നിൽക്കണത്. പക്ഷെ എന്നാ ഹെവി സാധനമല്ലേ. അങ്ങനെ നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ കേട്ടോ. ഫസ്റ്റുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ നെല്ലിയാമ്പതി കുറച്ച് സ്ഥലങ്ങളിൽ കറങ്ങാനുണ്ട്. നമുക്ക് അവിടെ കൂടി കറങ്ങി എന്തെങ്കിലും കാഴ്ച ഉണ്ട് കാണാവേ. നമ്മൾ മിസ്റ്റി വാലിയിൽ നിന്ന് ഇറങ്ങിയതേ നമ്മുടെ നെല്ലിയാമ്പതിയിൽ കുറച്ച് ഏരിയകളൊക്കെ ഉണ്ടല്ലോ. ചുമ്മാ റൗണ്ടൊക്കെ അടിച്ച് നോക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആനിമൽ സൈറ്റിങ്ങോ വേഴാമ്പലൊക്കെ ഒരുപാടുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഒന്ന് കറങ്ങി നോക്കാം. വേഴാമ്പലോ പിന്നെ ചെറിയ ചെറിയ ആനിമൽസൊക്കെ ഉണ്ടല്ലോ, കേഴയൊക്കെ കിട്ടുമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. മയിൽ പോകുന്നുണ്ട്, പക്ഷെ ആ പൂവിൻ്റെ ഒക്കെ ഇടയിൽ കൂടി പോകുന്നുണ്ടേ. ഇത് പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ ഈ നെല്ലിയാമ്പതിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇതൊക്കെ തന്നെയാണ്. സിംഹവാലം കുരങ്ങും വേഴാമ്പലമാണ് മെയിനായിട്ട്. അടുത്തടുത്ത് ചാടി പോവും അങ്ങോട്ട്. ലൈറ്റിങ് നല്ല രസമാണ്.
പുള്ളിയുടെ തലയിലിട്ട് വന്ന് അടിച്ചിട്ട് നല്ല തിളങ്ങണം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പുള്ളി എന്തൊക്കെയോ പറിച്ച് തിന്നിട്ടിരിക്കണ ഇരിപ്പായിരുന്നു. അടുത്ത കരിങ്കുരങ്ങ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇഷ്ടം പോലെ കരിങ്കുരങ്ങ് കേട്ടോ. അവിടെ ഒരു മ്ലാവ് നിൽക്കണ ഇപ്പോൾ വേണ്ട. നമ്മളെല്ലാം കഴിഞ്ഞ് റിട്ടേൺ മടങ്ങിയപ്പോഴാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി തുടങ്ങിയത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇരുട്ടായി കേട്ടോ. ലൈറ്റെല്ലാം പോയി ഇരുട്ടായ സമയത്താണ് ഓരോ ആനിമൽസ് ഇറങ്ങി തുടങ്ങി. ഒരു വേഴാമ്പലി ഇരിക്കുന്ന ഇരിപ്പുണ്ട്. ഇത്രയും നേരം തപ്പി നടന്നിട്ട് കിട്ടാതെയായിരുന്നു. ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഒരു മരത്തിലിരിക്കണം. പക്ഷെ ലൈറ്റൊക്കെ പോയി കേട്ടോ. ഇത് അടുത്തൊരു മലയണ്ണൻ പുള്ളി എന്തോ തൂങ്ങിക്കിടന്ന് കഴിച്ചുകൊണ്ടിരിക്കുമോ. പക്ഷെ ലൈറ്റ് അത്ര ക്ലിയർ അല്ല കേട്ടോ. ഇതുണ്ട് ആ കാപ്പിത്തോട്ടത്തിനകത്തൊരു മ്ലാവ് നിൽപ്പുണ്ട്. മിക്കവാറും പുള്ളി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇതേ നിൽക്കുന്നുണ്ട്. നെല്ലിയാമ്പതിയിലെ കാഴ്ച എല്ലാം കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് താഴത്ത് വന്നപ്പോഴേ ഉള്ളൊരു വ്യൂ ഉണ്ട്. അതേ എന്നെ ഒരു രസം നോക്കിയേ. താഴത്ത് കാണേട്ടാ പോത്തുണ്ടി ഡാം. അപ്പോൾ നമ്മളിതേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ചെയ്യുന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ എന്നെ ഒരു ലൈറ്റിങ് അല്ലേ. സൺസെറ്റിൻ്റെ ആയിരുന്നു, പക്ഷേ സൂര്യൻ അങ്ങ് അസ്തമിച്ച് താഴത്ത് പോയി. എന്നാലും ആ ലൈറ്റ് ഇപ്പോഴും നിൽക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ എന്താ പറയുക മിസ്റ്റി വാലിയിലെയും നമ്മുടെ നെല്ലിയാമ്പതിയിലെയും യാത്രയും കാഴ്ചയൊക്കെ നമ്മുടെ ഇവിടെ അവസാനിക്കുവാണേ. അപ്പോൾ അതേ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് സ്റ്റേ ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. പ്രത്യേകിച്ച് നൈറ്റ് സഫാരി കേട്ടോ, ഒന്നും പറയാനുള്ള കിടിലനാണ് കേട്ടോ. പിന്നെ നെല്ലിയാമ്പതി വരുന്നവർ ട്രെക്കിങ്ങിന് പോകാനോ സഫാരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ആയർവാലിയിലോ അതായത് മിസ്റ്റി വാലിയിലോ എവിടെയെങ്കിലുമൊക്കെ പോകാൻ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ രാജേഷ് ചേട്ടൻ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അടിപൊളി ഒരു ഡ്രൈവറാണ്, ഡ്രൈവറിനേക്കാളും കൂടുതൽ അടിപൊളി ഒരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണേ. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം.